2016 നോട്ട് നിരോധനം നടക്കുന്ന സമയത്ത് ഏതാണ്ട് 20 ട്രില്യന് താഴെയായിരുന്നു നമ്മുടെ കറൻസി ഇൻ സർക്കുലേഷൻ, അല്ലെങ്കിൽ നമ്മുടെ M2. ഓക്കെ, അതായത് സേവിങ്സ് പ്ലസ് നമ്മളുടെ ഈ ബാക്കിയുള്ള FD ഇൻവെസ്റ്റ്മെൻറ്റ്സ്, മണി ഇപ്പം പോസ്റ്റ് ഓഫീസിൽ കിടക്കുന്ന മണി, സർക്കുലേറ്റ് ചെയ്യുന്ന, അതായത് പ്രിൻ്റ് ചെയ്തിറക്കുന്ന മണി, ഇതൊക്കെ അടക്കമുള്ള ഇതിൻ്റെ തോതിപ്പോൾ 70 ട്രില്യണായി. 20 ട്രില്യണിൽ 70 ട്രില്യണിൽ നമ്മൾ 5 വർഷം കൊണ്ടെത്തി. അത്രയധികം നോട്ട് നമ്മൾ അധികം പ്രിൻ്റ് ചെയ്ത് പുറത്തിറക്കിയിട്ടുണ്ടെന്ന് അർത്ഥം, സിമ്പിളായിട്ട്. ഇതേപോലെ തന്നെ US നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ മണി സപ്ലൈ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു 75 വരെയൊക്കെയുള്ള കാലഘട്ടത്തിൽ നമ്മൾ പ്രിൻ്റ് ചെയ്തിറക്കുന്ന മണിക്ക് ഈക്വലായിട്ട് ഗോൾഡ് കീപ്പ് ചെയ്യുന്നൊരു റൂൾ ഉണ്ടായിരുന്നു. അത് 75 എടുത്ത് കളഞ്ഞു. ഒരു 2000 വരെ അതൊന്നും ഇല്ലാണ്ട് പോയി. അവരൊക്കെ നല്ല ഭംഗിയായിട്ട് പല വേൾഡ് ഓവർ എല്ലാ റിസർവ് ബാങ്കുകളും ഗോൾഡ് വിൽക്കാൻ തുടങ്ങി കാര്യമായിട്ട്. പക്ഷേ പിന്നീട് അതിൻ്റെ ത്രെട്ട് അവർക്ക് മനസ്സിലായി, അതിൻ്റെ വാല്യൂ ഇറോഡ് ചെയ്ത് പോണതിൻ്റെ ആ ത്രെട്ട്. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഇപ്പോൾ